ശരീരത്തെ തളർത്തിയ വൈകല്യത്തെ മനക്കരുത്ത് കൊണ്ട് നേരിടുകയാണ് കൊല്ലം സ്വദേശിനിയായ അനുശ്രീ. സെറിബ്രൽ പാൾസി ബാധിച്ച യുവതിയുടെ കരുത്ത് അക്ഷരങ്ങളാണ്. ഇതിനോടകം രചിച്ച കവിതകളും പുസ്തകങ്ങളും ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കാണാം നീണ്ടകര സ്വദേശി എസ് അനുശ്രീയുടെ വിശേഷങ്ങൾ. സ്നേഹം മുത്തശ്ശിക്കഥയിലെ പൊരുളാണു സ്നേഹം, മഴവില്ലു ചാളിച്ചാടകാണു സ്നേഹം, മുത്തശ്ശിക്കഥയിലെ പൊരുളാണു സ്നേഹം. അക്ഷരങ്ങളുടെ ലോകത്ത് അനുശ്രീ സന്തോഷവതിയാണ്. എഴുതിക്കൂട്ടിയ ആയിരക്കണക്കിന് കവിതകൾ തന്നെ ഉദാഹരണം. ജന്മനായുള്ള സെറിബ്രൽ പാൾസി കാരണം കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ചികിത്സയ്ക്കൊടുവിൽ അക്ഷരങ്ങളുടെ കാര്യത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നു. കടന്നപ്പോഴും ആഗ്രഹിച്ചതാണ് ഇന്നു നിന്നെ ഞാനും, കാത്തിരിപ്പിന്റെ ആഴം കൂടിയപ്പോഴും കാതങ്ങളേറെ. ഒരവധിക്കാലത്താണ് അനുശ്രീ എഴുത്തിലേക്ക് തിരിഞ്ഞത്. വെട്ടിത്തിരുത്തി ചുരുട്ടിയെറിഞ്ഞ കടലാസുകൾക്ക് കണക്കില്ല. രചിച്ച കവിതകളിലെ വിഷയങ്ങളാകട്ടെ പ്രണയവും വിരഹവും സൗഹൃദവും ബന്ധങ്ങളുമൊക്കെയാണ്. ആരെയും ചിന്തിപ്പിക്കുന്ന വരികൾ. പ്ലസ് 1 ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എഴുതിയപ്പം എനിക്ക് തോന്നിയില്ല ഞാൻ എത്ര നന്നായിട്ടല്ല എഴുതിയത്. പിന്നെ അങ്ങ് എഴുതിയപ്പോൾ എന്നടുത്ത് കൂടുതൽ ഹരം തോന്നിയിട്ട് ഞാൻ പിന്നെ അതിനകത്തോട്ട് അങ്ങ് ശ്രദ്ധ പതിപ്പിച്ച് അങ്ങനെ എഴുതി അങ്ങ് ഈ പ്രണയം വിരഹം ദുഃഖം അതൊക്കെ ആഡ് ചെയ്തുള്ള ഒരു കവിത അങ്ങ് തയ്യാറാക്കി. മകളുടെ കഴിവിനെ ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മയായിരുന്നു. കടലാസു കഷ്ണങ്ങൾ തുറന്നു വായിച്ച അമ്മ മകൾക്ക് എഴുതാൻ വേണ്ട എല്ലാ പിന്തുണയും നൽകി. കവിതകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് മോളെ എഴുതിയത്. അങ്ങനെ പ്ലസ് 1 കൊണ്ട് വള്ളിക്കീഴ് സ്കൂളിൽ ചേർത്തപ്പം ടീച്ചർ ഈ മോളെയും കൂടെ കൊണ്ടങ്ങ് മത്സരിപ്പിച്ച്. എന്നാൽ ഞാൻ പറയോ ടീച്ചറെ എന്തോ ഇത്, അന്നേരം പറയില്ല ഞാൻ അവൾക്കൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു. അധികം വായനയില്ലാത്ത അനുശ്രീയാണ് ഈ വരികളെല്ലാം രചിച്ചതെന്ന് അച്ഛൻ ആദ്യം വിശ്വസിക്കാനായില്ല. നേരിൽ കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ കവിതകൾ പുസ്തകമാക്കാൻ അച്ഛൻ തന്നെ മുന്നിട്ടിറങ്ങി. ഇവിടെ ഈ പേപ്പറുകൾ ചുരുളാക്കും ഞാനതെടുത്ത് വായിച്ച് നോക്കുമ്പം നല്ല നല്ല കവിതകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊച്ചുമോള് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കണ്ടെഴുതി ചുട്ടിക്കൂട്ടി കളയാന്ന് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ എഴുതിയതെന്നു. ഞാൻ എഴുതിയപ്പോൾ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇത്രയുള്ള കവിതകളാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം, മോളൊരു കാര്യം ഇനി അങ്ങനെ എഴുതണ്ട, ഒരു ബുക്ക് മേടിച്ചു തരാം, ബുക്കിനകത്ത് എഴുതാൻ പറഞ്ഞു. ആദ്യ കവിത മാണിക്യക്കല്ല്, കവിതാ സമാഹാരങ്ങളായ സ്നേഹത്തൂവലും പേരിടാത്ത കവിതകളും. മൂന്നാമത്തെ പുസ്തകം പണിപ്പുരയിൽ. എഴുതുക, എല്ലാം മറന്ന് സന്തോഷിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. ഇതിനപ്പുറം ഒരാഗ്രഹവുമില്ല അനുശ്രീക്ക്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ മീഡിയ എല്ലാം ഇടയ്ക്ക് എത്തുമെന്നും മീഡിയക്കാർ ഇവിടേക്ക് തേടി എത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എഴുതി അങ്ങ് മുന്നോട്ട് നിങ്ങൾ അത്രേ ഉള്ളു. ശരീരത്തെ തളർത്താൻ ശ്രമിച്ച സെറിബ്രൽ പാൾസിയെ അക്ഷരങ്ങളുടെ ബലത്താൽ തോൽപ്പിച്ച് യാത്ര തുടരുകയാണ് ഈ യുവ എഴുത്തുകാരി. രതീഷ് മാടമ്പിശ്ശേരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1, കൊല്ലം.